കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗോസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ് പഠിച്ചത്. ഗോസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ ഗോസ് തിയറം പറയുന്നത് എന്താണ്? ഒരു ക്ലോസ്ഡ് സർഫസിൽ കൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സിനെ കുറിച്ചിട്ടാണ്. ടോട്ടൽ ഫ്ലക്സ്, ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ് ഇൻ ഫ്രീ സ്പേസ് phi is equal to 1/epsilon 0 times the net charge enclosed by the surface. ഇതാണ് ഗോസ് തിയറം. ഗോസ് തിയറത്തിൻ്റെ മാത്തമാറ്റിക്കൽ ഫോം പറഞ്ഞാൽ ഫ്ലക്സ്, ടോട്ടൽ ഫ്ലക്സ് എങ്ങനെ എഴുതുക? ഒരു ചെറിയ ഏരിയ കൂടെയുള്ള ഫ്ലക്സ് എന്ന് പറയുന്നത് ഇ ഡോട്ട് ഡി എസ് ആണ്. ചെറിയ ഒരു ഏരിയ ഡി എസ് കൂടെയുള്ള ഫ്ലക്സ്. അപ്പോൾ ടോട്ടൽ ഒരു ക്ലോസ്ഡ് സർഫസിൽ കൂടെയുള്ള ടോട്ടൽ ഫ്ലക്സ് എങ്ങനെ കണ്ടുപിടിക്കും? ചെറിയ ഏരിയ കൂടെ കണ്ട് ഈ ഫ്ലക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇവിടെ ഒരു വട്ടം ഇട്ടാൽ ക്ലോസ്ഡ് സർഫസ് നടത്താം. ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്, ഇതാണ് ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് ഈസ് ഈക്വൽ ടു 1/epsilon 0 ടൈംസ് ദ നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. ഇതാണ് മാത്തമാറ്റിക്കൽ ഫോം ഓഫ് ഗോസ് തിയറം. ഇതെന്തോ എഴുതിയിരിക്കുന്ന ഫൈ നൊട്ടേറ്റ് ചെയ്യുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ആണ്, ഓവർ എ ക്ലോസ്ഡ് സർഫസ് ആണ്. ഒരു ക്ലോസ്ഡ് സർഫസിലുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഇങ്ങനെ എഴുതാം. കാരണം വെക്റ്റർ ഇ ഡോട്ട് വെക്റ്റർ ഡി എസ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഏരിയ ഡി എസ് സിക്കുള്ള ഫ്ലക്സ് ആണ്. എങ്കിൽ ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്ന് പറഞ്ഞാൽ ഫുൾ ഏരിയക്കുള്ള ഫ്ലക്സ് ആണ്. ഇവിടെ എന്തിട്ടിരിക്കുന്നതുകൊണ്ട് ഒരു ക്ലോസ്ഡ് ഇങ്ങനെ ഇട്ടിരിക്കുന്നതുകൊണ്ട് അർത്ഥം ഇതൊരു ക്ലോസ്ഡ് സർഫസ് ആണെന്ന് അർത്ഥം. ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു 1/epsilon 0 × Q. ഇതാണ് ഗോസ് തിയറം. ഈ ഗോസ് തിയറം വേണമെങ്കിൽ നമുക്കൊന്ന് പ്രൂവ് ചെയ്യാൻ ആക്ച്വലി സിലബസിൽ ഗോസ് തിയറത്തിൻ്റെ പ്രൂഫ് എന്ന് പറഞ്ഞിട്ടില്ല NCERT സിലബസിൽ. എന്നാലും പ്രൂഫ് നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം. പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ നമുക്ക് ചെയ്യേണ്ടുന്നത്? നമ്മൾ ചെയ്യേണ്ടുന്ന ഇതാണ്. നമ്മളൊരു ചാർജ്, ഒരു ക്ലോസ്ഡ് സർഫസ് നമ്മൾ ഇമാജിൻ ചെയ്യണം. ക്ലോസ്ഡ് സർഫസിനകത്ത് കുറച്ച് ചാർജ് ഇരിപ്പുണ്ടെന്ന് കരുതണം. എന്നിട്ട് നമ്മൾ ഈ ക്ലോസ്ഡ് സർഫസിൽ കൂടെ നടന്ന് ഇ ഡോട്ട് ഡി എസ് ഫുൾ സർഫസിൽ കൂടെ നടന്ന് ഇ ഡോട്ട് ഡി എസുകൾ കണ്ടുപിടിച്ച് കൂട്ടണം. അപ്പോൾ എന്ത് കിട്ടും? ടോട്ടൽ ഫ്ലക്സ് കിട്ടും. ആ കൂട്ടി കിട്ടുന്നത് 1/epsilon 0 × Q എന്ന് കിട്ടിയാൽ ഗോസ് തിയറം പ്രൂവ്ഡ് ആണ്. മനസ്സിലായോ? ഗോസ് തിയറം പ്രൂവ് ചെയ്യാൻ എന്താ നമുക്ക് ചെയ്യേണ്ടത്? നമ്മുടെ പ്ലാൻ എന്താണ്? ഒരു ക്ലോസ്ഡ് സർഫസ് നമ്മൾ ഇമാജിൻ ചെയ്യുന്നു. ക്ലോസ്ഡ് സർഫസിനകത്ത് കുറച്ച് ചാർജ് ഉണ്ടെന്ന് നമ്മൾ പറയുന്നു. നമുക്കറിയാം ക്ലോസ്ഡ് സർഫസിനകത്തുള്ള ചാർജ്. എന്നിട്ട് നമ്മൾ ഈ ക്ലോസ്ഡ് സർഫസിൽ ഉടനീളം നടന്ന് ഓരോ ക്ലോസ്ഡ് സർഫസിൻ്റെ ഓരോ കുഞ്ഞ് ഏരിയ ഡി എസും എടുക്കുക. ഓരോ ഡി എസ്സിൽ കൂടെയുള്ള ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. അതെല്ലാം കൂടെ കൂട്ടുമ്പോൾ കിട്ടേണ്ടത് എന്തായിരിക്കണം? 1/epsilon 0 × അതിനകത്തുള്ള ചാർജായ Q എന്ന് കിട്ടിയാൽ ഗോസ് തിയറം പ്രൂവ്ഡ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാൻ പോകാം. അപ്പോൾ നിങ്ങൾ ആദ്യം ഒന്ന് ഇമാജിൻ ചെയ്യുക, മനസ്സിൽ ഒന്ന് ഇമാജിൻ ചെയ്യുക. എന്താണ്? ഇവിടെ ഒരു ക്ലോസ്ഡ് ഒരു Q ചാർജ് ഇരിപ്പുണ്ടെന്ന് വിചാരിക്കൂ. Q ചാർജ് ഇവിടെ ഈ പോയിന്റ്. ആ Q ചാർജിന് ചുറ്റും ഞാൻ 6 റേഡിയസ് ഉള്ള ഒരു ക്ലോസ്ഡ് സർഫസായ സ്പിയർ ഇമാജിൻ ചെയ്തോ? ഒരു സ്പിയർ, അതൊരു ക്ലോസ്ഡ് സർഫസ് ആണ്. സ്പിയറിൻ്റെ നടുക്ക് Q ചാർജ് ഇരിപ്പുണ്ട്. സ്പിയറിൻ്റെ റേഡിയസ് 6 ആണ്. ഓക്കെ. അപ്പോൾ ഈ ഞാൻ ഇമാജിൻ ചെയ്ത സ്പിയറിൻ്റെ സർഫസിലെ ഓരോ പോയിന്റും ഈ നടുക്കിരിക്കുന്ന ചാർജിൽ നിന്ന് എത്ര ദൂരം അകലെയാണ്? 6 ദൂരം അകലെയാണ് ഈ സ്പിയറിൻ്റെ സർഫസിലെ ഓരോ പോയിന്റ്. അങ്ങനെയാണെങ്കിൽ സ്പിയറിലെ സർഫസിലെ ഓരോ പോയിന്റിലും നടുക്കിരിക്കുന്ന ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? 1/4π/epsilon 0 Q / r² ആണ്. കാരണം സെൻറ്ററിലിരിക്കുന്ന Q ചാർജിൽ നിന്ന് 6 ദൂരം അകലെയുള്ള പോയിന്റ് ആണല്ലോ ഈ സ്പെറിക്കൽ സർഫസിലെ ഓരോ സർഫസും. ഇത് ഇമാജിൻ ചെയ്യുക. ആ ഇമാജിൻ ചെയ്ത സാധനം ഞാൻ ഈ ബോർഡിലൊന്ന് വരയ്ക്കാൻ പോവുകയാണ്. അത് 2 ഡയമെൻഷനിലാണ്. ഇമാജിൻ ചെയ്താൽ പറഞ്ഞത് 3 ഡയമെൻഷനിലാണ്. ഇവിടെ Q എന്ന് പറയുന്ന ഒരു ചാർജ് ഇരിപ്പുണ്ട്. അതിന് ചുറ്റും 6 റേഡിയസ് ഉള്ള ഒരു സ്പിയറാണ് ഞാൻ ഇമാജിൻ ചെയ്യുന്നത്. ഇവിടെ വരയ്ക്കുമ്പോൾ അത് സർക്കിളായിട്ട് തോന്നുന്നേ ഉള്ളൂ. സ്പിയറാണ്. സെൻറ്ററിലിരിക്കുന്ന ചാർജാണ് Q. ഇനി ഇത് സ്പിയറിൻ്റെ സർഫസിലെ പോയിന്റുകളാണ് ഇതെല്ലാം. 6 റേഡിയസ് ഉള്ള സ്പിയറായി ഇമാജിൻ ചെയ്തുകൊണ്ട് 6 ആണ് ഈ ദൂരം. ഇവിടെ ഒരു പോയിന്റ് ഞാൻ എടുത്തു. ഈ പോയിന്റ് എവിടെ? അപ്പോൾ നിങ്ങൾ ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ സർഫസ്, ഈ സ്പിയറിൻ്റെ സർഫസിൽ ഒരു കുത്തിട്ടു, ഒരു ബോൾ ഇമാജിൻ ചെയ്തു. നടുക്ക് Q ചാർജ് ഇരിപ്പുണ്ട്. ബോളിൻ്റെ സർഫസ് നിങ്ങൾക്ക് കാണാമല്ലോ. സർഫസിൽ ഒരു കുത്തിട്ടു. ആ കുത്താണ് ഞാൻ പറയുന്ന പോയിന്റ് P. ആ കുത്തിന് ചുറ്റും ഞാനൊരു ചെറിയ വട്ടം ഏരിയ വരച്ചു ഫുട്ബോളിനകത്ത്, ഈ സ്പെറിക്കൽ സർഫസിനകത്ത്. അപ്പോൾ ഇവിടെ വരയ്ക്കുമ്പോൾ അത് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. ഇതാണ് ഞാൻ അതിൻ്റെ സർഫസിൽ വരച്ച ഒരു ചെറിയ ഏരിയ, DS എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടെ സ്പിയർ നിങ്ങൾ ഇമാജിൻ ചെയ്തു. ഈ ഫ്രണ്ടിൽ നിങ്ങളൊരു പോയിന്റ് P ഇട്ടു. Pക്ക് ചുറ്റും നിങ്ങളൊരു വട്ടം വരച്ചു, DS ഏരിയ. ആ DSൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? നേരെ വെളിയിലേക്കാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ DSൻ്റെ ഡയറക്ഷൻ നേരെ വെളിയിലേക്കാണ്, DS. ഈ പോയിന്റിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ
ക്യൂവിൽ നിന്ന് എത്ര ദൂരം അകലെയുള്ള പോയിന്റാണ് ഈ പി എന്ന് പറയുന്ന, ഞാനിട്ട ഈ പി എന്ന് പറയുന്ന പോയിന്റ് എത്ര ദൂരം അകലെയുള്ള പോയിന്റാ? r ദൂരം. അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ്, ഇവിടെ പ്ലസ് ക്യൂ ചാർജ് ഇരിക്കുന്നുണ്ട്, ഇലക്ട്രിക് ഫീൽഡ് റേഡിയലി ഔട്ട് വേർഡ്സ് ഇങ്ങോട്ടാ. അപ്പോൾ ചുരുക്കത്തിൽ ഇവിടെ ഇയും അങ്ങോട്ടാ, ഡി എസും അങ്ങോട്ടാ. ഇനി ഇവിടെ ഒരു പോയിന്റ് എടുത്താൽ ഇവിടുത്തെ ഈ പ്ലസ് ക്യൂ ചാർജ് ഇരിക്കുമ്പോൾ ഇവിടുത്തെ ഈ മുകളിലോട്ടാ, ഡി എസും മുകളിലോട്ടാ. ഈ സർഫസിൽ ഇവിടെ ഒരു പോയിന്റ് എടുത്താൽ ഇവിടുത്തെ ഈ പ്ലസ് ക്യൂ ചാർജ് ഇരിക്കുന്നതാണ്, ഇവിടുത്തെ ഈ ഇങ്ങോട്ടാ. ഇവിടെ വരയ്ക്കുന്ന ഒരു ചെറിയ ഏരിയ ഡി എസും ഇങ്ങോട്ടാ. എന്ന് പറഞ്ഞാൽ സ്പിയറിൻ്റെ സർഫസിലെ ഏത് പോയിന്റ് എടുത്താലും നടുക്ക് ക്യൂ ചാർജ് ഇരിക്കുമ്പോൾ ഇവിടെ ഒരു പോയിന്റ് എടുത്താൽ ഇവിടുത്തെ ഡി എസ് വട്ടം വരച്ചാൽ അത് വെളിയിലേക്കാണ്, ഇവിടുത്തെ ഈ ക്യൂ ചാർജ് ഇവിടുത്തെ ഇരിക്കുന്നതാണ്, ഇവിടുത്തെ ഇയും വെളിയിലേക്കാണ്. ഇയും ഡി എസ് നമ്മൾ ആംഗിൾ 0 ആണ്. മുകളിലെടുത്താൽ സർഫസ് എടുത്താൽ സർഫസിൻ്റെ ഡയറക്ഷൻ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് മുകളിലോട്ടാണ്. അവിടുത്തെ ഈ ക്യൂ ചാർജ് ഈ സെൻട്രലിൽ ഇരിക്കുന്നതായിരിക്കും, ഇയും മുകളിലോട്ടാണ്. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്കിൽ നീ നോക്കൂ, ഇനി ഈ ഇയുടെ അളവ്, ഈ ക്യൂ എന്ന് പറയുന്ന ചാർജ് കാരണം ഇവിടെ ഉണ്ടാകുന്ന ഇയുടെ അളവ്, ഇ എന്ന് പറഞ്ഞതിൻ്റെ അളവ് മാത്രം എടുത്താൽ എത്ര? 1/4πε0 ക്യൂ ഡിവൈഡഡ് ബൈ r² ആണല്ലോ അളവ്. ഇനി നോക്ക്, ഇതാ ഈ കുഞ്ഞ് ഏരിയക്കുള്ള ഡി എസ് എന്ന് പറയുന്ന ഈ കുഞ്ഞ് ഏരിയക്കുള്ള ഫ്ലക്സ് കണ്ടുപിടിക്കുക. സ്മോൾ ഫ്ലക്സ് d∅ എത്ര? അവിടുത്തെ ഇ ഡോട്ട് അവിടുത്തെ ഡി എസ്. അങ്ങനെയാണെങ്കിൽ ഈ ഫുൾ ഏരിയക്കുള്ള ഫ്ലക്സ് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. φ = ഇൻ്റഗ്രൽ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്ത് പോകുന്നിടത്തെല്ലാം ഇയും ഡി എസ് നമ്മളുടെ ആംഗിൾ എത്ര എന്നാണ് പറഞ്ഞത്? 0 എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ ഇ ഡി എസ് കോസ് 0. എല്ലായിടത്തും ഇ ഡി എസ് നമ്മളുടെ ആംഗിൾ 0. വെക്റ്റർ ഇ ഡോട്ട് വെക്റ്റർ ഡി എസ് എന്ന് പറഞ്ഞാൽ ഇ ഡി എസ് കോസ് 0. കോസ് 0 1 ആണ്. അപ്പോൾ φ = എത്ര? ഇൻ്റഗ്രൽ ഇ ഡി എസ് എന്ന് കിട്ടി. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കോൺസ്റ്റന്റ് പുറത്തെടുക്കാം. നോക്കൂ, നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് പോകുന്നിടത്ത് എല്ലാ പോയിന്റും ക്യൂവിൽ നിന്ന് ഒരേ ദൂരം അകലെയാണ്. അവിടെ എല്ലാം ഇയുടെ മാഗ്നിറ്റ്യൂഡ് സെയിമാണ്. ഇവിടെ വെച്ച് ഈ പുറത്തെടുക്കാൻ പറ്റില്ല, കാരണം പല സ്ഥലത്തും ഇയുടെ ഡയറക്ഷൻ പലതാണ്, കോമൺ ആയിട്ട് എടുക്കാൻ പറ്റില്ല. ഇത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് പുറത്തെടുക്കാം. അപ്പോൾ ഫ്ലക്സ് φ = എത്ര കിട്ടും? ടോട്ടൽ ഫ്ലക്സ് φ = ഇ ഇൻറ്റു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഡി എസ്. ഈ പോകുന്നിടത്തെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്ത് പോകുന്നിടത്തെല്ലാം ഇയുടെ വാല്യൂ ഒരേപോലെയാണ്, മാഗ്നിറ്റ്യൂഡ്. അതെങ്ങനെ എഴുതി വെച്ചു? 1/4πε0 ക്യൂ ഡിവൈഡഡ് ബൈ r². ഇയുടെ വില എഴുതി. ഇൻ്റഗ്രൽ ഡി എസ് എന്തുവാ? ഈ സ്പിയറിൻ്റെ സർഫസിലിട്ട ഓരോ ഡി എസും എല്ലാം കൂടെ കൂട്ടണം. അപ്പോൾ സ്പിയറിൻ്റെ സർഫസ് ഏരിയ ആണ് ഇൻ്റഗ്രൽ ഡി എസ്. അത് എത്ര കിട്ടും? 4πr². r റേഡിയസ് ഉള്ള സ്പിയറിൻ്റെ സർഫസ് ഏരിയ. ഈ 4πയും r²ഉം കട്ട് ചെയ്താൽ ടോട്ടൽ ഫ്ലക്സ് ത്രൂ ദിസ് ക്ലോസ്ഡ് സർഫസ് ഈസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു ക്യൂ എന്ന് കിട്ടി. ഇത് ക്യൂ എന്തുവാ? സർഫസിനകത്തുള്ള ചാർജാ. ഇതാണല്ലോ ഗോസ് തിയറം. അപ്പം നമ്മൾ ഗോസ് തിയറം പ്രൂവ് ചെയ്തു. അപ്പോൾ എന്താ മനസ്സിലായ? ഗോസ് തിയറം എങ്ങനെയാണ് പ്രൂവ് ചെയ്തത്? ഒന്നും കൂടെ നോക്കിക്കൊള്ളുക. കൺസിഡർ എ സ്പെറിക്കൽ സർഫസ് ഓഫ് റേഡിയസ് r enclosing a charge q at its center. Let P is a point on the surface of the sphere and ds is a small area around it. The electric field intensity, magnitude of electric field intensity at P is equal to 1/4πε0 q by r² because P is a point at a distance r from this charge q. Then we are going to find out the small flux through this small area ds. d∅ is equal to aviduthe E dot ds. Therefore, the total flux through this closed surface phi is equal to integral E dot ds. നമ്മൾ വേറൊരു കാര്യം ഓർക്കുക, ഇൻ്റഗ്രേറ്റ് ചെയ്ത് പോയി ഇവിടെ എത്തിയാൽ ഈ മുകളിലോട്ടാണ്, ഡി എസ് മുകളിലോട്ടാണ്. ഇവിടെ എത്തിയാൽ ഇവിടുത്തെ ഈ ഇങ്ങോട്ടാണ്, ഡി എസ് ഇങ്ങോട്ടാണ്. ഇൻ്റഗ്രേറ്റ് ചെയ്ത് പോകുന്നിടത്തെല്ലാം ഇയും ഡി എസും നമ്മൾ ആംഗിൾ 0 ആയതുകൊണ്ട് ഇ ഡി എസ് കോസ് 0 എന്ന് എഴുതി, ഇ ഡോട്ട് ഡി എസിന് പകരം. ഇപ്പോൾ ഇവിടെ വെക്റ്റർ ഇ മാറി മാഗ്നിറ്റ്യൂഡായി. ഇൻ്റഗ്രേറ്റ് ചെയ്ത് പോകുന്നിടത്തെല്ലാം ഇയുടെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയതുകൊണ്ട് അത് ഇൻ്റഗ്രേഷന് വെളിയിലെടുക്കാം. വെളിയിലെടുത്തു. ഇൻ്റഗ്രൽ ഡി എസ് എന്ന് പറഞ്ഞാൽ സർഫസ് ഏരിയ ഇതിൻ്റെ 4πr². ഇക്ക് പകരം ഈ വാല്യൂ കൊടുത്തു. 1/4πε0 q by r² is equal to, that is phi is equal to 1/ε0 into q എന്ന് കിട്ടി. ഇതാണ് ഗോസ് തിയറം, അതിൻ്റെ പ്രൂഫ്. ഇനി നമുക്ക് ഗോസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് പഠിക്കാനുള്ളത്. അതോടുകൂടി ഒരു ചാപ്റ്റർ അവസാനിക്കുകയാണ്. ഗോസ് തിയറത്തിൻ്റെ 3 ആപ്ലിക്കേഷൻസ് ആണ്. ഗോസ് തിയറം നമ്മൾ ഉപയോഗിക്കുന്നത് പല ചാർജ് ഡിസ്ട്രിബ്യൂഷനുകൾ കാരണമുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാനാണ്. ആദ്യം നമുക്ക് കണ്ടെത്താനുള്ളത്
ആൻ ഇൻഫൈനറ്റ്ലി ലോങ് തിൻ കണ്ടക്റ്റിംഗ് വയർ. ഇൻഫൈനറ്റ്ലി ലോങ് ആണ്, തിന്നാണ്, കണ്ടക്റ്റിംഗ് വയറാണ്. അത് ഇവിടെ ഇരിക്കുന്നത് കാരണം ചാർജ്ഡ് ആയിട്ടുള്ള ഇൻഫൈനറ്റ്ലി ലോങ് ആയിട്ടുള്ള യൂണിഫോംലി ചാർജ്ഡ് ഇൻഫൈനൈറ്റ്ലി ലോങ് തിൻ വയർ, അത് കാരണമുള്ള ഒരു r ദൂരം അകലെയുള്ള പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കണം. നോക്കാം നമുക്കിവിടെ. ഞാനിത് വരയ്ക്കാൻ പോകുന്നത് ഒരു തിൻ കണ്ടക്ടറാണ്. തിൻ കണ്ടക്ടർ, ഇതാ ഇങ്ങനൊരു കണ്ടക്ടറാണ്, ഒരു വയർ, തിൻ വയർ. ഈ വയറിന് നീളം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല, നീളം ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇൻഫിനിറ്റി വരെ നീളമുള്ള ഒരു വയറാണ്. മുകളിലോട്ടും താഴോട്ടും ഇൻഫിനിറ്റി വരെ നീളമുണ്ട്. ഈ വയർ ചാർജ്ഡ് ആണ്, ചാർജ്ഡ് ആയിട്ടുള്ള വയറാണ്. അപ്പോൾ തിൻ വയറാണ്, കണ്ടക്റ്റിംഗ് വയറാണ്. കണ്ടക്ടേഴ്സിന് ചാർജ് കൊടുത്താൽ ആ ചാർജ് മുഴുവനും അതിൻ്റെ സർഫസിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി നമുക്ക് മനസ്സിലാക്കാം, ഇതൊരു ലൈൻ ചാർജ് പോലെയുണ്ട്, ലൈൻ ചാർജ്. ഈ കണ്ടക്ടറിനകത്ത് ആകെ എത്ര ചാർജ് ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്, ഇതിൻ്റെ 1 മീറ്റർ കട്ട് ചെയ്തെടുത്താൽ ലാംഡ ചാർജ് ഉണ്ട്. ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ലാംഡയാണ്. എങ്കിലാണ്ട് ഇത്രയും സ്ഥലത്ത് എത്ര ചാർജ് ഉണ്ടെന്ന് അറിയാൻ ഇത്രയും സ്ഥലത്ത് എത്ര നീളം ഉണ്ടെന്ന് നോക്കുക. ലാംഡ ഇൻറ്റു ഇപ്പോൾ ഇത് അളന്നപ്പോൾ 5 മീറ്റർ ഉണ്ട്. ഇത്രയും 5 മീറ്ററിനകത്ത് എത്ര ചാർജ് ഉണ്ട്? 5 ലാംഡ. കാരണം ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്, 1 മീറ്ററിനകത്ത് എത്ര ചാർജ് ഉണ്ടെന്ന് അവർ തന്നിട്ടുണ്ട്. ലാംഡ ചാർജുള്ള ഒരു യൂണിഫോംലി ചാർജ്ഡ് തിൻ വയറാണ്, കണ്ടക്റ്റിംഗ് വയറാണ്. അതിൽ നിന്ന് 6 ദൂരം അകലെയുള്ള ഈ പോയിന്റിൽ, ഈ പോയിന്റ് ഇതിൽ നിന്ന് എത്ര ദൂരം അകലെയുള്ളതാണ്? 6 ദൂരം അകലെയുള്ള ഈ പോയിന്റാണ് പി. ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ എത്ര ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഉണ്ട് എന്ന് കണ്ടെത്തണം. ഇപ്പോൾ ഗോസ് തിയറം ഉപയോഗിക്കുന്നതിനൊരു പൊതു സ്വഭാവമുണ്ട്. ഏത് പോയിന്റിലെയാണോ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഗോസ് തിയറം ഉപയോഗിച്ച് കണ്ടുപിടിക്കേണ്ടത്, ആ പോയിന്റ് ഉൾപ്പെടുന്ന ഒരു ക്ലോസ്ഡ് സർഫസ് നിങ്ങൾ ഇമാജിൻ ചെയ്യണം. ഒരു സർഫസ് ഇല്ല, നമ്മൾ ഇമാജിൻ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ലോസ്ഡ് സർഫസ് ഇമാജിൻ ചെയ്യാം. അങ്ങനെ ഇമാജിൻ ചെയ്യുമ്പം ആ സർഫസിൽ വരണം. നമ്മൾ കൺസിഡർ ചെയ്ത ആ ക്ലോസ്ഡ് സർഫസിൻ്റെ സർഫസിൽ ഒരു പോയിന്റ് ആയിരിക്കണം ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി കണ്ടെത്തേണ്ടുന്ന പോയിന്റ് പി. അപ്പോൾ അതിനെ നമ്മൾ ഗോസിയൻ സർഫസ് എന്നാണ് വിളിക്കുന്നത്. ആ ഇമാജിൻ ചെയ്ത സർഫസിനെ ഗോസിയൻ സർഫസ്. ഇവിടെ ഞാൻ ഈ പോയിന്റിൽ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാൻ ആ പോയിന്റ് സർഫസിൽ വരത്തക്കവണ്ണം കൺസിഡർ ചെയ്യുന്ന പോയിന്റ്. അപ്പോൾ ഇതാണ് ഇൻഫൈനറ്റ്ലി ലോങ് ആയിട്ടുള്ള വയറെങ്കിൽ ഈ പോയിന്റിൽ ഇൻറ്റൻസിറ്റിയാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഈ പോയിന്റ് ഉൾപ്പെടുന്ന ഒരു ക്ലോസ്ഡ് സർഫസ് ഇമാജിൻ ചെയ്യുന്നത് ഞാനൊരു സിലിണ്ടറിക്കൽ ഷേപ്പാണ്, സിലിണ്ടർ. അതെ, ഞാനിവിടെ വരച്ചാൽ സിലിണ്ടറാണ്, നോക്കിക്കോണം. ലെങ്ത് തീരെ കുറഞ്ഞ ഒരു സിലിണ്ടർ. ഇതാ ഇതിനെ ചുറ്റി ഇങ്ങനെ ഒരു സിലിണ്ടർ ഉണ്ടെന്ന് വിചാരിക്കുക. സിലിണ്ടർ, ഇതാണ് സിലിണ്ടർ. ഇതാ ഇങ്ങനൊരു സിലിണ്ടർ. ഇങ്ങനൊരു സിലിണ്ടറിക്കൽ സർഫസ് ആണ് വരച്ചത്. ഇതിനെ ചുറ്റി ഇങ്ങനൊരു സിലിണ്ടർ. ഈ സിലിണ്ടറിൻ്റെ ലെങ്ത് L ആണെന്ന് കൂട്ടിക്കും. L ഹൈറ്റുള്ള, R റേഡിയസ് ഉള്ള ഇതിനെ ചുറ്റിയിരിക്കുന്ന ഒരു സിലിണ്ടർ, ക്ലോസ്ഡ് ആണ്. എത്ര സർഫസ് ഉണ്ട് ഈ സിലിണ്ടറിന്? ഇവിടെ ഒരു കർവ്ഡ് സർഫസ് ഏരിയ ഉണ്ട് സിലിണ്ടറിൻ്റെ ഇവിടുത്തെ, ഇങ്ങനെയുള്ള ഒരു കർവ്ഡ് സർഫസ് ഏരിയ. പിന്നെ ഇവിടെ ഒരു ഫ്ലാറ്റ് സർഫസ് ഉണ്ട്, ഇവിടെയും ഒരു ഫ്ലാറ്റ് സർഫസ് ഉണ്ട്. ഇവിടെ ഒരു ഫ്ലാറ്റ് സർഫസ്, ഇവിടെ ഒരു ഫ്ലാറ്റ് സർഫസ്. ഇതാണ് ക്ലോസ്ഡ് സർഫസ്. ഇതിനെ ഗോസിയൻ സർഫസ് എന്നാണ് വിളിക്കുന്നത്. സോ to find the electric intensity, let P is a point at a distance r from this wire. In order to find the electric intensity at P, imagine a Gaussian surface in the shape of a cylinder of radius r and length L. Okay, we are going to find out the electric flux through this closed surface. First of all, we are going to find out the electric flux through this closed surface. So, in order to find the total electric flux through this closed surface, consider a point P. ഈ പിയിൽ ഇൻറ്റൻസിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ പിയിൽ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്ന വെക്റ്റർ ഇ ഇങ്ങോട്ടായിരിക്കും. ഇവിടെ പോസിറ്റീവ് ചാർജ് ഇരിക്കുന്നുണ്ട്, ഈ അങ്ങോട്ടായിരിക്കും. ഈ കർവ്ഡ് സർഫസിൽ പി എന്ന് പറയുന്ന പോയിന്റിന് ചുറ്റും ഒരു ചെറിയ ഏരിയ DS എടുത്താൽ ആ DSൻ്റെ ഡയറക്ഷനും അങ്ങോട്ടായിരിക്കും, അല്ലേ? ഇനി നിങ്ങൾ ഈ കർവ്ഡ് സർഫസിൽ ഏത് പോയിന്റ് എടുത്താലും, ഇവിടെ ഇവിടെ വയർ, ഇതിന് ചുറ്റും നിങ്ങൾ കൺസിഡർ ചെയ്ത സിലിണ്ടറിൻ്റെ കർവ്ഡ് സർഫസ് ആണ്. ഏത് പോയിന്റ് എടുത്താൽ, ഇവിടെ എടുത്താൽ ഇവിടുത്തെ ഏരിയ DS വെളിയിലേക്കാണ്, അവിടുത്തെ ഇയും വെളിയിലേക്കാണ്.
ഈ സ്പിയർ ഈ സിലിണ്ടറിൻ്റെ ഈ സ്ഥലത്തെ ഒരു പോയിന്റ് പി എടുത്താൽ ആ പി സ്ഥലത്തെ ഈ വെളിയിലേക്കാണ്, ഡി എസും വെളിയിലേക്കാണ്. ചുരുക്കത്തിൽ കർവ്ഡ് സർഫസുകളിൽ എല്ലായിടത്തും ഇയും ഡി എസും ഒരേ ഡയറക്ഷനിലാണ്. നിങ്ങൾ ഈ ഫ്ലാറ്റ് സർഫസിൽ നോക്കിയാൽ, ഫ്ലാറ്റ് സർഫസിൽ ഒരു പോയിന്റ് എടുത്താൽ അതിന് ചുറ്റും ഒരു ഒരു ചെറിയ ഏരിയ വരച്ചാൽ ആ എയുടെ ഡയറക്ഷൻ മുകളിലോട്ടാണ്. അവിടുത്തെ ഈ ഇവിടെ പ്ലസ് ചാർജ് ഇരിക്കുന്നതാണോ അവിടുത്തെ ഈ ഇങ്ങോട്ടാണ്. അപ്പോൾ ഈ ഇങ്ങോട്ടും ഡി എസ് മുകളിലോട്ടുമാണ് ഈ കർവ്ഡ് സർഫസിൽ, ഈ ഫ്ലാറ്റ് സർഫസ് എല്ലായിടത്തും. ഈ ഫ്ലാറ്റ് സർഫസിലോ അവിടെ ഒരു പോയിന്റ് എടുത്താൽ ഒരു ഡി എസ് ഏരിയ എടുത്താൽ അതിൻ്റെ ഏരിയ താഴോട്ടാണ് ഡി എസ്. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ഇരിക്കുന്നതുകൊണ്ട് ഈ അങ്ങോട്ടാണ്. അപ്പോൾ ചുരുക്കത്തിൽ രണ്ട് ഫ്ലാറ്റ് സർഫസിലും ഇയും ഡി എസും തമ്മിലുള്ള ആംഗിൾ 90 ആണ്. ഇത് മനസ്സിൽ ഓർത്ത് വെച്ചേക്കാം. ഇനി ഞാൻ ഈ ക്ലോസ്ഡ് സർഫസിലുള്ള ടോട്ടൽ ഫ്ലക്സ് കണ്ടുപിടിക്കാൻ പോവാം. ടോട്ടൽ ഫ്ലക്സ് ത്രൂ ദ ഹോൾ ഗോസിയൻ സിലിണ്ടർ. നമ്മൾ ഇമാജിൻ ചെയ്ത ആ സർഫസിനെ ഗോസിയൻ സിലിണ്ടർ എന്ന് വിളിക്കുന്നു. ഇസ് ഈക്വൽ ടു ഗോസിയൻ സിലിണ്ടറിന് എത്ര സർഫസുകളുണ്ട്? 3 സർഫസ്, 2 ഫ്ലാറ്റ് സർഫസ്, ഒരു കർവ്ഡ് സർഫസ്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടെത്താൻ പോകുന്നത് ഫ്ലക്സ് ത്രൂ കർവ്ഡ് സർഫസ് പ്ലസ് ഫ്ലക്സ് ത്രൂ 2 ഫ്ലാറ്റ് സർഫസ്. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് ആവും. ഫ്ലക്സ് ത്രൂ ദ കർവ്ഡ് സർഫസിൽ ഒരു ചെറിയ ഒരു പോയിന്റ് എടുത്താൽ ആ പോയിന്റിലെ ഇൻറ്റൻസിറ്റി ഇ ആണ്. അത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 6 ദൂരമുള്ള ഈ പോയിന്റ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കുന്നത് അത് ഇ ആണെങ്കിൽ അവിടുത്തെ ഒരു ചെറിയ ഏരിയ ഡി എസ് ആണെങ്കിൽ ആ ചെറിയ ഏരിയക്കുള്ള ഫ്ലക്സ് ഇ ഡോട്ട് ഡി എസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫുൾ കർവ്ഡ് സർഫസിലുള്ള ഫ്ലക്സ് കണ്ടുപിടിക്കാൻ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഏത് സർഫസിൽ മാത്രം ഇൻ്റഗ്രേറ്റ് ചെയ്യണം? കർവ്ഡ് സർഫസിൽ. പിന്നെ 2 ഫ്ലാറ്റ് സർഫസിലെ ഫ്ലക്സ് കണ്ടുപിടിക്കുമ്പോൾ ഈ ഫ്ലാറ്റ് സർഫസിലെ ചെറിയ ഏരിയയിലെ ഫ്ലക്സ് ഇ ഡോട്ട് ഡി എസ് ആണ്. പക്ഷേ ഈ ഡി എസും തമ്മിലുള്ള ആംഗിൾ 90 ആയതുകൊണ്ട് ഇ ഡോട്ട് ഡി എസ് അവിടെ 0 കിട്ടും. അപ്പോൾ ഫുള്ള് ഇവിടുത്തെ ഫ്ലക്സ് 0 ആണ്. അതുപോലെ ഇവിടെയും ഇ ഡി എസ് തമ്മിലുള്ള ആംഗിൾ 90 ആയതുകൊണ്ട് ഇവിടുത്തെ ഫ്ലക്സും ഇ ഡോട്ട് ഡി എസ് കണ്ടുപിടിക്കുമ്പോൾ 0 ആണ്. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്നാണ് ഇതുപോലെ എഴുതുന്നത്. ഏത് സർഫസിൽ? ഫ്ലാറ്റ് സർഫസിൽ. ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഏത് സർഫസിൽ? 2 ഫ്ലാറ്റ് സർഫസിലും ഇങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. 2 ഫ്ലാറ്റ് സർഫസിൽ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് കർവ്ഡിലെ പ്ലസ് 0. എന്തുകൊണ്ട് 0 എഴുതി? ഫ്ലാറ്റ് സർഫസിൽ ഇയും ഡി എസും നമ്മൾ ആംഗിൾ 90 ആയതുകൊണ്ട് ഇ ഡോട്ട് ഡി എസ് എത്ര ആയിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഇനി കർവ്ഡ് സർഫസ് മാത്രം മതി. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഫൈ ത്രൂ ദിസ് ഗോസിയൻ സിലിണ്ടർ ഫൈ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇ ഡി എസ് കോസ് 0. കർവ്ഡ് സർഫസിൽ ഇ ഡി എസ് നമ്മൾ ആംഗിൾ 0 ഈക്വൽ ടു നീ കർവ്ഡ് സർഫസിലൂടെ നീളം പോകുമ്പോൾ കർവ്ഡ് സർഫസ് എല്ലാം ഈ കണ്ടക്ടറിൽ നിന്ന് 6 ദൂരം അകലെയായതുകൊണ്ട് അവിടങ്ങളിലെല്ലാം ഈയുടെ അളവ് സെയിം ആണ്. 6 ദൂരം അകലെയുള്ള പോയിന്റുകളാണ് ഈ സിലിണ്ടറിൻ്റെ ഓരോ കർവ്ഡ് സർഫസിലെ ഓരോ പോയിന്റും. അപ്പോൾ ഈ പുറത്തെടുത്താൽ ഇൻ്റഗ്രൽ ഡി എസ് ആവും. കോസ് 0 1. ഇൻ്റഗ്രൽ ഡി എസ് എന്ന് പറഞ്ഞാൽ കർവ്ഡ് സർഫസിൻ്റെ സർഫസ് ഏരിയ. അതെത്ര കിട്ടും? ഇ ഇൻറ്റു കർവ്ഡ് സർഫസിൻ്റെ സർഫസ് ഏരിയ, ഒരു സിലിണ്ടറിൻ്റെ സർഫസ് ഏരിയ കർവ്ഡ് സർഫസ് ഏരിയ 2πr ഇൻറ്റു എൽ എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫ്ലക്സ് കണ്ടെത്തി 2πrl ഇൻറ്റു ഇ എന്ന് കിട്ടി. ടോട്ടൽ ഫ്ലക്സ് ത്രൂ ദിസ് ക്ലോസ്ഡ് സർഫസ് ഇതാണ് കിട്ടിയത്. ഇനി ചാർജ് എൻക്ലോസ്ഡ് ബൈ ദിസ് ഗോസിയൻ സിലിണ്ടർ എത്ര ആയിരിക്കും? ചാർജ് എൻക്ലോസ്ഡ് ഈ ഗോസിയൻ സിലിണ്ടറിനകത്ത് ഈ വയറിൻ്റെ എത്ര നീളം ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്? L നീളം. 1 മീറ്ററിൽ എത്ര ചാർജ് ഉണ്ട്? ലാംഡ. അപ്പോൾ ഈ L ലെങ്കിൽ എത്ര ചാർജ് ആകെയുണ്ട്? ലാംഡ L. അതാണ് ഗോസിയൻ സിലിണ്ടറിനകത്ത് ഉൾപ്പെടുന്നത്. അപ്പോൾ ചാർജ് എൻക്ലോസ്ഡ് എന്ന് പറയുന്നത് എത്ര ഉണ്ട്? ചാർജ് എൻക്ലോസ്ഡ് ഇസ് ഈക്വൽ ടു ലാംഡ L. ചാർജ് എൻക്ലോസ്ഡ് ഇസ് ഈക്വൽ ടു ലാംഡ L. അപ്പോൾ നമ്മൾ എഴുതി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വേണമെങ്കിൽ ഇതങ്ങ് എഴുതി വെക്കാമായിരുന്നു. ഡെറിവേഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചാർജ് എൻക്ലോസ്ഡ് അങ്ങ് എഴുതി വെക്കാം. ചാർജ് എൻക്ലോസ്ഡ് ഇസ് ഈക്വൽ ടു ലാംഡ L എന്നങ്ങ് എഴുതി വെക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചാർജ് എൻക്ലോസ്ഡ് കണ്ടുപിടിക്കൂ. പിന്നെ ടോട്ടൽ ഫ്ലക്സ് ത്രൂ ദ ഗോസിയൻ സിലിണ്ടർ കണ്ടുപിടിച്ച് ഇത്രയും കിട്ടി. ഇനി നമുക്ക് ഗോസസ് തിയറം അപ്ലൈ ചെയ്യാം. എന്തോ ഗോസസ് തിയറം പറയുന്നത് അതുപോലെ ഒന്ന് പറഞ്ഞു നോക്കിയേ. ടോട്ടൽ ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ് എന്ന് പറയുന്നത് 1/ε0 ഇൻറ്റു ചാർജ് എൻക്ലോസ്ഡ് ആണ്. നമ്മൾ ടോട്ടൽ ഫ്ലക്സ് കണ്ടെത്തി 2πrl ഇൻറ്റു ഇ. ടോട്ടൽ ഫ്ലക്സിൻ്റെ സ്ഥാനത്ത് ടോട്ടൽ ഫ്ലക്സ് കണ്ടുപിടിച്ച് എഴുതി. 1/ε0 ഇൻറ്റു ചാർജ് എൻക്ലോസ്ഡ് എഴുതി വെച്ചിട്ടുണ്ട് ലാംഡ L. ഈ എല്ലും കട്ട് ചെയ്ത് കളഞ്ഞു.
ഈ മാത്രം ഇവിടെ കിടന്ന ഇ ഈസ് ഈക്വൽ ടു 1 ഈ 2π താഴെ പോയി 2π ഇവിടെ കിടന്ന എപ്സിലോൺ 0 ഇൻറ്റു ലാംഡ ബൈ ആർ എന്ന് കിട്ടി. ഇതാണ് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിന്റ് ആർ ഫ്രം എ യൂണിഫോമിലി ചാർജ്ഡ് തിൻ വയർ. ഒരു വയറിൽ നിന്ന് 6 ദൂരം അകലെയുള്ള പോയിന്റിലെ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഇക്വേഷൻ ഓർത്തോണം. 1/2π എപ്സിലോൺ 0 ലാംഡ ബൈ ആർ. ലാംഡ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചാർജ് പെർ യൂണിറ്റ് ലെങ്തും 6 ദൂരം അകലെയുള്ള പോയിന്റിലെ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണിത്, ഡെറിവേഷൻ. അപ്പോൾ എല്ലാ ഗോസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷനിലും ഏത് സാധനം കാരണമുള്ള ഇലക്ട്രിക് ഇൻറ്റൻസിറ്റിയാണ് കണ്ടുപിടിക്കുന്നുള്ളത് വരച്ചു. ഏത് പോയിന്റിലാണോ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കുന്നത് ആ പോയിന്റ് പി മാർക്ക് ചെയ്തു. ആദ്യം ചെയ്യുന്നത് ആ പി സർഫസിൽ വരത്തക്കവണ്ണം ഏതെങ്കിലും ഷേപ്പിലുള്ള ഒരു ഗോസിയൻ സർഫസ്, ക്ലോസ്ഡ് സർഫസ് ഇമാജിൻ ചെയ്യണം. ഇവിടെ ഞാൻ ഇമാജിൻ ചെയ്തത് ഇതിന് ചുറ്റുമുള്ള ഇതിനെ കവർ ചെയ്യുന്ന ഒരു സിലിണ്ടറാണ്. മുകളിൽ ഫ്ലാറ്റ്, താഴെ ഫ്ലാറ്റുള്ള എല്ല് ലെങ്തുള്ള ഒരു സിലിണ്ടർ. 6 റേഡിയസുള്ള സിലിണ്ടർ ആയാലേ ഈ പോയിന്റ് പി ആ സിലിണ്ടറിക്കൽ സർഫസിൻ്റെ സർഫസിൽ വരത്തുള്ളൂ. അപ്പോൾ ഗോസിയൻ സർഫസ് ഇമാജിൻ ചെയ്തു. ഫസ്റ്റ് സ്റ്റെപ്പ് ആ ഗോസിയൻ സർഫസ് എൻക്ലോസ് ചെയ്യുന്ന ചാർജ് കണ്ടുപിടിക്കണം. ഈ ഗോസിയൻ സർഫസ് സിലിണ്ടറിൻ്റെ നീളം L. അങ്ങനെയാണെങ്കിൽ ഈ കണ്ടക്ടറിൻ്റെ എല്ല് ലെങ്ത് ഈ സിലിണ്ടറിനകത്തിരിപ്പുണ്ട്. എല്ല് ലെങ്തിൽ എത്ര ചാർജ് ഉണ്ട്? യൂണിറ്റ് ലെങ്തിൽ ലാംഡ ആണെങ്കിൽ എല്ല് ലെങ്തിൽ ലാംഡ L. നമ്മളത് കണ്ടുപിടിച്ചു. ഇനി അങ്ങോട്ടുള്ള പ്രൊസീജിയർ അല്ല ഇതുപോലെ. അപ്പോൾ ചാർജ് ഗോസിയൻ സർഫസ് ഇമാജിൻ ചെയ്യുന്നു, ചാർജ് എൻക്ലോസ്ഡ് കണ്ടുപിടിച്ച് വെക്കുന്നു. ഇനി ആ ഗോസിയൻ സർഫസിലുള്ള ലിങ്ക് ചെയ്യുന്ന ടോട്ടൽ ഫ്ലക്സ് കണ്ടുപിടിക്കുക. ടോട്ടൽ ഫ്ലക്സ് ത്രൂ ദ ഹോൾ ഗോസിയൻ സിലിണ്ടർ കണ്ടുപിടിക്കാൻ ഇവിടെ സിലിണ്ടറിന് 2 ഫ്ലാറ്റ് സർഫസും ഒരു കർവ്ഡ് സർഫസുമാണ്. ഫ്ലക്സ് ത്രൂ കർവ്ഡ് സർഫസ് പ്ലസ് ഫ്ലക്സ് ത്രൂ ഫ്ലാറ്റ് സർഫസ്, 2 ഫ്ലാറ്റ് സർഫസ്. ഈ കർവ്ഡ് സർഫസിലെ ഫ്ലക്സ് കണ്ടുപിടിക്കാൻ കർവ്ഡ് സർഫസിലെ ഒരു ചെറിയ ഏരിയ DS എടുത്താൽ അതിലുള്ള ഫ്ലക്സ് E.ds. അപ്പോൾ ഫുൾ കർവ്ഡ് സർഫസിലെ ഫ്ലക്സ് കണ്ടുപിടിക്കാൻ ഇൻ്റഗ്രൽ കർവ്ഡ് E.ds. ഇനി ഫ്ലാറ്റ് സർഫസിലെ കണ്ടുപിടിക്കാൻ ഫ്ലാറ്റ് സർഫസിലെ ഒരു ചെറിയ ഏരിയ എടുത്താൽ DS മുകളിലോട്ട്, E ഇങ്ങോട്ട്, E.ds. ഇൻ്റഗ്രൽ E.ds കണ്ടുപിടിച്ചാൽ ഫ്ലാറ്റ് സർഫസിലെ ഫ്ലക്സ് കിട്ടും. അങ്ങനെ 2 ഫ്ലാറ്റ് സർഫസ് ഉണ്ട്. ഇൻ്റഗ്രൽ E.ds, 2 ഫ്ലാറ്റ് സർഫസ്, 2 ഫ്ലാറ്റ് സർഫസ്. പക്ഷേ ഈ ഫ്ലാറ്റ് സർഫസിലൂടെ നീളം EDS നമ്മൾ ആംഗിൾ 90. ഇവിടെയും EDS നമ്മൾ ആംഗിൾ 90. അതുകൊണ്ട് ഫ്ലാറ്റ് സർഫസിലെ ടോട്ടൽ ഫ്ലക്സ് എത്രയാ? 0. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് ത്രൂ ദിസ് ഹോൾ ഗോസിയൻ സിലിണ്ടർ എന്ന് പറയുന്നത് ഇത് മാത്രമേ വരത്തുള്ളൂ. ഇത് എഴുതി, ഇവിടം വരെ എഴുതി. ഇനി ഗോസ് തിയറം എടുത്തു, അതെഴുതി. ടോട്ടൽ ഫ്ലക്സ് ഇസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു ചാർജ് ആണെന്ന് മനസ്സിലായി, ചാർജ് എൻക്ലോസ്ഡ് ആണെന്ന് മനസ്സിലായി. ടോട്ടൽ ഫ്ലക്സിൻ്റെ സ്ഥാനത്ത് ഈ കണ്ടെത്തിയത് ഇങ്ങോട്ട് കൊടുത്തു, ചാർജ് എൻക്ലോസ്ഡിൻ്റെ സ്ഥാനത്ത് ഇതെടുത്ത് കൊടുത്തു, ചാർജിന് പകരം അതെടുത്ത് കൊടുത്തു. ഇതിന് ഈ ഇക്വേഷൻ കിട്ടി. ഇത്രയേ ഉള്ളൂ ആപ്ലിക്കേഷൻ. ഓക്കെ.